നമസ്കാരം. 2 ദിവസം മുമ്പ് വെറൈറ്റി മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ മമ്മു എന്ന ലൈവ് സ്ട്രീമറെ വെച്ച് ഒരു ഇന്റർവ്യൂ നടത്തി. ഈ ഇന്റർവ്യൂ ഭയങ്കര വിവാദമായതോടുകൂടിയിട്ട് ചാനലുകാർ തന്നെ റിമൂവ് ചെയ്തിരുന്നു. ഈവൻ വാർത്തകളിൽ പോലും ഈ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ വിവാദമാവാൻ കാരണം ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത് ഫുള്ളും പൊട്ടത്തരമാണ്. ഒരു ബോധമില്ലാതെ പബ്ലിക്കായിട്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായത് ഈ മമ്മു ഒഴിവ് സമയങ്ങളിൽ അടുത്തുള്ള വീടുകളിൽ ഒളിഞ്ഞു നോക്കും, കുളിസീൻ കാണാൻ പോകും എന്ന് പറഞ്ഞ ഭാഗങ്ങളാണ്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ടും ആങ്കർ ആയിട്ടുള്ള പെൺകുട്ടി അതൊക്കെ രസിച്ചുകൊണ്ട് കേട്ടിരുന്നു. ഭയങ്കര രസത്തോടു കൂടിയിട്ട് എൻജോയ്മെന്റോട് കൂടിയിട്ട് അതൊക്കെ കേട്ടിരുന്നു. അപ്പോൾ മമ്മുവിനെക്കാട്ടിൽ കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് ആ ഒരു ആങ്കർ ആയിരുന്നു. നെയ്നിഷ എന്നാണ് ആങ്കറിന്റെ പേര്. അപ്പൊ ഏതായാലും ഇത്രയധികം വിമർശനങ്ങളും പ്രശ്നങ്ങളും ആയതോടു കൂടിയിട്ട് നെയ്നിഷ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. മാപ്പ് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്. എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്. എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് നെയ്നിഷ പറയുന്നത്. പെട്ടെന്ന് അത് കേട്ടപ്പോൾ അവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് തനിക്ക് അറിയത്തില്ലായിരുന്നു. ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്നുണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് നെയ്നിഷ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു കാര്യം ചിലപ്പം ആദ്യം കേൾക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേ ആ സമയത്ത് നമുക്ക് റിയാക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാത്ത സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും സൈലന്റ് ആയിട്ടിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്ന രീതിയിലുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ മാറ്റും. ദേഷ്യം വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ആ സമയത്ത് ഇരിക്കുക. പക്ഷേ നെയ്നിഷ അവിടെ ഭയങ്കര രസിച്ച് ചിരിച്ച് കളിച്ച് എന്തോ വലിയ സംഭവമാണ് പറയുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വിഷയമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ വിഷയം മാറ്റി കൊണ്ടുപോകാമല്ലോ. കാരണം നെയ്നിഷയാണ് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ പകരം ഈ പെൺകുട്ടി എന്താണ് ചെയ്തത്? അവിടെ ഇരുന്ന് അതിനെ പറ്റിയിട്ട് ക്യൂരിയസ് ആയിട്ട് പിന്നെയും എടുത്തെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുവാണ്. എന്താ, കാണാനുള്ള ഒരു ത്വര കൊണ്ടാണോ? അപ്പം ആ വിഷയത്തെ പറ്റി പിന്നെയും റിപ്പീറ്റ് ആയിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ പറയുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും അതിനെ പറ്റിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. പകരം നെയ്നിഷ അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് രസിച്ച് എന്തോ വലിയ സംഭവം പറഞ്ഞതുപോലെ കേട്ടിരുന്ന് ഒരു എൻജോയ്മെന്റോട് കൂടിയിട്ട് കേട്ടിരുന്നു. അതിനെ പറ്റിയിട്ട് പിന്നെയും കുത്തി ചോദ്യങ്ങൾ ചോദിച്ചു. അവിടെയാണ് മിസ്റ്റേക്ക്. അപ്പൊ തന്നെ ആ ഒരു വിഷയം ഡീവിയേറ്റ് ചെയ്ത് വിഷയം മാറ്റിയിരുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവത്തില്ലായിരുന്നു. അത് മാത്രമല്ലല്ലോ, ഇത് എഡിറ്റ് ചെയ്തിട്ട് പിന്നീട് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്, ലൈവായിട്ട് ഇട്ടേക്കുന്ന വീഡിയോ അല്ല. അപ്പൊ ആ സമയത്ത് അവരോട് ആവശ്യപ്പെടായിരുന്നു ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളയാൻ ആവശ്യപ്പെടാമായിരുന്നു. കാരണം താങ്കളാണ് ആങ്കർ. താങ്കൾ ആങ്കർ ആകുമ്പോൾ താങ്കൾക്ക് അവിടെ ഒരു പറച്ചിലുണ്ട്, താങ്കൾക്ക് പറയാൻ സാധിക്കും. താങ്കൾക്ക് അവിടെ ഒരു സേയിങ് ഉണ്ട്. സോ പറയണമായിരുന്നു, ഈ ഭാഗം എഡിറ്റ് ചെയ്തിട്ട് ബാക്കി ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്താൽ മതിയെന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പോൾ ഇതിന് ശേഷവും പ്രതികരിക്കാൻ സമയം ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് പ്രതികരിക്കാൻ പറ്റത്തില്ലായിരുന്നുണ്ടെങ്കിൽ അതിനുശേഷം പ്രതികരിക്കാമായിരുന്നു. എഡിറ്റ് ചെയ്യുന്ന ടീമിനോടോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡ്യൂസറിനോടോ പറയണമായിരുന്നു ആ ഭാഗം എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ആരും ഇത് ചെയ്തില്ല. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുന്നു, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുന്നു അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. ആൾ പറഞ്ഞപ്പം
അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യം വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയതിനോടൊന്നും എനിക്കൊരു പരാതിയില്ല, ഒരു ഇല്ല, സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനൊരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീ ഒന്നുമല്ല ഞാൻ. എനിക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതിന് ഞാൻ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ആരും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ആ ഒരു ഏതായാലും ചെയ്തത് തെറ്റാണ് എന്ന് അക്സെപ്റ്റ് ചെയ്തതല്ലോ, തെറ്റ് പറ്റിപ്പോയി എന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ട് മാപ്പ് പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. ഇനിയെങ്കിലും ഇത്തരം ഇന്റർവ്യൂസ് ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമ്മളായിട്ട് ഇടിച്ച് താഴ്ത്താതിരിക്കുക. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളും നമ്മൾ എവിടെയാണോ ഭാഗമാകുന്നത്, നമ്മൾ എന്ത് കാര്യത്തിന്റെ ഭാഗമായാലും അത് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഉള്ള കാര്യമാണ് എന്ന് നമ്മൾ സ്വയം വിചാരിക്കുക. നമ്മളുടെ തന്നെ നിലവാരം നമ്മളായിട്ട് ഇടിച്ചു താഴ്ത്തുന്ന ഒരു അവസരവും ഉണ്ടാക്കാതെ ഇരിക്കുക. അത് ഇന്റർവ്യൂ ചെയ്യുന്നവരാണെങ്കിലും ആങ്കേഴ്സ് ആണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ നിലവാരം സ്വയം ഇടിച്ചു താഴ്ത്താതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. ഇനിയെങ്കിലും അത് സൂക്ഷിക്കുക. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ആങ്കർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് മുമ്പ് അങ്ങനത്തെ വിവാദങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടില്ല. അപ്പോൾ സ്വന്തം നിലവാരം ഇടിച്ചു താഴ്ത്താതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ്. അത് സൂക്ഷിച്ച് ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇനി ഇതുപോലത്തെ തെറ്റുകൾ ആവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ കൊള്ളാം. പക്ഷേ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യേണ്ട, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം ഇപ്പോഴത്തെ ഇന്റർവ്യൂ ചാനലുകളൊക്കെ തന്നെ ഒട്ടും സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്ത രീതിയിലുള്ള ഇന്റർവ്യൂസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഒളിയും മറയും ഇല്ലാത്ത പല കാര്യങ്ങളും ഇന്റർവ്യൂയിലൂടെ അങ്ങ് വിളിച്ച് പറയുവാണ്. കാരണം അവർക്ക് ആവശ്യം റേറ്റിംഗ് ആണ്. ഇപ്പൊ ഈ വെറൈറ്റി മീഡിയ ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ അവരുടെ ഒരേ ഒരു ആവശ്യം ഇത് ഭയങ്കര വിവാദമാകണം, വിവാദമാകുന്നതോട് കൂടിയിട്ട് ഇത് റീച്ച് ആകും. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗം എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്തത്. ഇവിടെ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, ഇവിടെ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് മമ്മു എന്ന് പറയുന്ന ബോധമില്ലാത്ത ചെറുക്കനാണ്. ആ ചെറുക്കന് ബോധമില്ല എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ, ഒരിക്കലും പറ്റത്തില്ല. അവൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. അവൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് പബ്ലിക്കായിട്ട് എന്തോ വലിയ കാര്യമാണ് എന്നുള്ള രീതിയിൽ വിളിച്ചു പറഞ്ഞു. പിന്നെ ആങ്കറും അതിനകത്ത് തെറ്റ് ചെയ്തു. കാരണം ആങ്കറിന് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ആങ്കറിന്റെ കയ്യിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നതും ആ ഇന്റർവ്യൂ ഡീവിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും ഒക്കെ ആങ്കറാണ്. അപ്പൊ ആങ്കറിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഡീവിയേറ്റ് ചെയ്ത് വിടാമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടാമായിരുന്നു, പ്രതികരിക്കാമായിരുന്നു, ഗുണദോഷിക്കാമായിരുന്നു. അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഓപ്ഷൻസ് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് പിന്നെ അതിനെ പറ്റിയിട്ട് കുത്തി ചോദിച്ചു. ഇനി ബാക്കി തെറ്റ് ആരുടെയിലാണ്? ഈ ചാനലിന്റെ പ്രൊഡ്യൂസറിന്റെയിലും ആ എഡിറ്റ് ചെയ്ത ടീമിന്റേതും ഫുൾ ആൾക്കാരുടെ കയ്യിലും തെറ്റുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആൾക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ആ ഭാഗം കേൾപ്പിക്കാതെ ഇരിക്കാമായിരുന്നു. പക്ഷേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഭാഗം എടുത്ത് വെച്ച് കാണിച്ചു. അവസാനം വാർത്തകളിൽ പോലും വന്നു, 1-2 ന്യൂസ് ചാനലിൽ പോലും വന്നു ഈ ഒരു കാര്യം. കാരണം അത്രയും വലിയ തെറ്റല്ലേ ഇത്തരം കാര്യങ്ങൾ. ആ മമ്മു എന്ന് പറയുന്ന ചെറുക്കൻ അവൻ എന്തോ ചെയ്ത എന്തോ വലിയ സംഭവമായിട്ടാണ് അത് അവതരിപ്പിച്ചത്. ഞാൻ ചെയ്ത ക്രെഡിറ്റ് കിട്ടേണ്ട എന്തോ വലിയ സംഭവമായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പൊ ഇവരെ പോലെയുള്ള ചെറുക്കന്മാരെയും ഇവരെ പോലെയുള്ള ആൾക്കാരെ ഫോളോ ചെയ്യുന്നത് വളരെ ചെറിയ പ്രായത്തിലുള്ള പിള്ളേരാണ്. അപ്പൊ ഈ പിള്ളേരും ഇതെന്തോ വലിയ സംഭവമാണ്, ക്രെഡിറ്റ് കിട്ടുന്ന സംഭവമാണ് എന്നുള്ള രീതിയിൽ അത് ചെയ്യും. കുറച്ചും കൂടി പ്രായമായിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടി ചിന്തിച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. ചെറുപ്പക്കാരാണെങ്കിൽ, പ്രായം കുറവുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കത്തൊന്നുമില്ല. ക്രെഡിറ്റ് കിട്ടുന്ന എന്തോ സംഭവമാണ് എന്ന് വിചാരിച്ച് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അവരും കൂടി ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിന് വലിയൊരു വഞ്ചനയല്ലേ കാണിച്ചേക്കുന്നത് സമൂഹത്തോട്. അപ്പൊ സമൂഹത്തോട് വഞ്ചന കാണിക്കാത്ത രീതിയിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ എടുക്കാൻ മാക്സിമം ഇന്റർവ്യൂ ചാനലുകാർ ശ്രദ്ധിക്കുക. റേറ്റിംഗും TRPയും വ്യൂസും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ചെയ്യാതെ, അതൊക്കെ നമുക്ക് വേണം, സത്യമാണ്, വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ വേണം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒളിപ്പിച്ച് വെക്കേണ്ട, മറച്ചു പിടിക്കേണ്ട ചില കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് കളയാനെങ്കിലും സൂക്ഷിക്കുക. അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂ ചാനലുകാരൊക്കെ ചെയ്യുന്നത് ഏറ്റവും വലിയ ചതിയാണ്.